ശ്രീ ജി ഗോപകുമാർ, ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ്, അതിനുശേഷം നടന്ന മന്ത്രിസഭായോഗം, ആ മന്ത്രിസഭായോഗത്തിൽ ശേഷം നടന്ന വാർത്താസമ്മേളനം, ആ വാർത്താസമ്മേളനത്തിലെ പ്രഖ്യാപനങ്ങൾ, ഇതൊക്കെ ആദ്യ ദിവസം അത് ഏത് സർക്കാരും ആദ്യം ചെയ്യുന്ന കാര്യമല്ലേ എന്നാണ് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ചോദിക്കുന്നത്. അതിൽ ഭാഗ്യമായി ശരിയുണ്ട് താനും. പക്ഷേ ചില ഉറപ്പുകൾ പറഞ്ഞെടുത്ത് ആ ഉറപ്പുകൾ പാലിച്ചുകൊണ്ട് തുടങ്ങുന്നു എന്നുള്ളത് ഒരു പ്രതീക്ഷയുമാണ്. കാരണം ഈ മാറ്റമെന്ന പ്രതീക്ഷയിലാണല്ലോ ഈ 102 എന്ന അക്കം കിട്ടിയത്. ശ്രീ ഗോപകുമാർ. തീർച്ചയായിട്ടും മാറ്റത്തിൻ്റെ പ്രതീക്ഷയിലാണല്ലോ ഓരോ ഗവൺമെൻറ്റും വരുന്നതും. പ്രത്യേകിച്ചൊരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ വലിയ പ്രതീക്ഷ എല്ലാവർക്കുമുണ്ട്. ഞാൻ ആദ്യമായിട്ട് മാധ്യമലോകത്തുള്ള സ്മൃതി ഉൾപ്പെടെയുള്ളവരടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്, ലോകത്തുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു പുതിയ ഗവൺമെൻറ് വരുമ്പോൾ സാധാരണഗതിയിൽ ആ ഗവൺമെൻറ്റിനെ ഒരു 6 മാസത്തേക്ക് മാധ്യമലോകം വളരെ ശ്രദ്ധയോടെ നോക്കുകയും വിമർശനത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള വിലയിരുത്തലുകളാണ് നടത്താറുള്ളത്. 6 മാസം കഴിയുമ്പോൾ കഠിനമായ വിമർശനത്തിലേക്ക് കയറും. ഇപ്പോൾ നമുക്ക് ഈ 6 മാസം എന്നുള്ളതൊക്കെ കുറച്ചിട്ടൊരു 90 ദിവസത്തേക്ക് 3 മാസമെങ്കിലും ആക്കിയിട്ട് വേണം എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തരം ചർച്ചകൾ തുടരാൻ. ഞാൻ ഈ ചാനലിൽ മാത്രമല്ല മറ്റ് ചാനലുകളിൽ ഇതേ അഭിപ്രായം പറയുകയുണ്ടായി. ഏത് ഗവൺമെൻറ് വരുമ്പോഴും അതിനെ ബേസിക്കായിട്ടൊന്ന് വിലയിരുത്താൻ ഒരു ദിവസം പോരാ. ഇപ്പോൾ ഒരു ദിവസം പോലും ആയിട്ടില്ല. അതുകൊണ്ട് കുറഞ്ഞ കാലയളവിൽ എന്ത് ചെയ്തു എന്നുള്ളത് ശ്രദ്ധയോടെ വീക്ഷിക്കുക. വിമർശനത്തിൻ്റെ വലിയ ആക്രമണത്തിലേക്ക് വരാതെ അതിൻ്റേതായ രീതിയിൽ അതിനെ വിലയിരുത്തുക. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ചർച്ച ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അതൊരു കഠിന വിമർശനത്തിലേക്കോ ജസ്റ്റിഫിക്കേഷനിലേക്കോ എത്തുന്നതിന് പകരം സാധാരണഗതിയിൽ അതിനകത്ത് ചെയ്യാവുന്ന പ്രോസ് ആൻഡ് കോൺസ്, നന്മയും തിന്മയും, മെറിറ്റും ഡീമെറിറ്റും, അതൊക്കെ അനലൈസ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ സാധാരണഗതിയിലുള്ള മാധ്യമങ്ങളുടെ വിമർശനം അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ എത്തുന്ന രീതിയിലേക്ക് നമ്മൾ തുടക്കത്തിലേക്ക് പോകരുത്. അങ്ങനെ ഒരു മാധ്യമ സംസ്കാരം പൊതുമണ്ഡലത്തിൽ ജനാധിപത്യ യുഗത്തിൽ ഇല്ല എന്നുള്ളത് ദയവായി നിങ്ങളെപ്പോലുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുകൂടി ഒരു അക്കാഡമിഷ്യൻ എന്നുള്ള നിലയിൽ എനിക്ക് ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ കണ്ട ചുരുങ്ങിയ സമയം കൊണ്ട് മാറ്റത്തിൻ്റെ പ്രതീക്ഷ പറഞ്ഞോളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മാറ്റത്തിൻ്റെ പ്രതീകം, ഒരു പ്രതീക്ഷ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ജനങ്ങളുടെ വലിയ പ്രതീക്ഷയാണ് നമ്മളെല്ലാവരും ഇന്ന് ടെലിവിഷനിൽ കൂടിയോ നേരിട്ടോ കണ്ടത്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ അതിന് പങ്കാളിത്തമുണ്ടായിരുന്നു. അതിൻ്റേതായ എല്ലാ സൗന്ദര്യവും സ്വഭാവവും എല്ലാം അതിനകത്ത് പ്രകടമായിരുന്നു. അപ്പോൾ ഇനി ആദ്യത്തെ മന്ത്രിസഭ മണിക്കൂറുകൾക്കകം തന്നെ ആദ്യത്തെ ക്യാബിനറ്റ് കൂടുകയും അത് കഴിഞ്ഞ് ആദ്യത്തെ പത്രസമ്മേളനവും കണ്ടു. അപ്പം നമ്മളൊക്കെ അത് കാര്യമായിട്ട് വീക്ഷിച്ചിരിക്കുമല്ലോ. അപ്പോൾ ഞാനും അത് വളരെ ശ്രദ്ധയായിട്ട് പുതിയ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നത് എങ്ങനെയാണെന്നും അവിടെ അതിനെക്കുറിച്ചുള്ള അനാലിസിസ് എന്താണെന്നും താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ വളരെ ബ്രീഫായിരുന്നു ആ പ്രസൻറ്റേഷൻ. പക്ഷേ ആ പ്രസൻറ്റേഷനകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയും നമുക്ക് സമയമുണ്ടല്ലോ ബാക്കി കാര്യങ്ങൾ പറയാൻ, വന്നിരുന്നതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞെങ്കിലും കൂട്ടത്തിൽ ഈ പറഞ്ഞ 3000 രൂപ ഇവർക്ക് കൂട്ടിയതും ആശ വർക്കേഴ്സിന് കൂട്ടിയതും നാമമാത്രമായിട്ടാണെങ്കിലും നഴ്സറി ടീച്ചർ, പ്രീ പ്രൈമറി ടീച്ചേഴ്സിന് കൂട്ടിയതും അംഗൻവാടി വർക്കേഴ്സിന് കൂട്ടിയതും എല്ലാം ചൂണ്ടിക്കാണിക്കപ്പെട്ടു. മുതിർന്ന പൗരന്മാർക്ക് ഒരു പ്രത്യേക വകുപ്പുണ്ടാക്കുന്നുള്ളത് പറഞ്ഞു. ഏറ്റവും റവല്യൂഷണറി ആയിട്ട് പറഞ്ഞൊരു കാര്യം വനിതകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നു എന്നുള്ളതാണ്. അത് ഞാൻ വാസ്തവത്തിൽ ഇന്നത് പ്രതീക്ഷിച്ചല്ല. എൻ്റെ അഭിപ്രായത്തിൽ അത് കുറച്ചുകൂടി ആലോചിച്ച് എന്തായാലും അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ അത് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമുണ്ട്. പക്ഷേ ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള തീരുമാനമെടുത്തു. അപ്പോൾ ഇതൊക്കെ ഇനി ഭാവി ദിവസങ്ങളിൽ ഇതിൻ്റെ കോസ്റ്റ് എഫക്റ്റീവ്നെസ്സും അതിൻ്റെ യുക്തിഭദ്രതയൊക്കെ ചർച്ചയിൽ വരും. അതൊക്കെ വരട്ടെ. എന്തായാലും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, കുറച്ചുകൂടി സാമ്പത്തികം മെച്ചപ്പെടുന്നൊരു സാഹചര്യം വരുമ്പോൾ ഈ ആശാ വർക്കേഴ്സിനുള്ളത് പോലും നമുക്ക് കൂട്ടാൻ പറ്റും. ഇപ്പോൾ 3000 രൂപ കൂട്ടാനേ നിർവാഹമുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ നമ്മൾ കാണുകയാണ്. ഇനി പുതിയ ഗവൺമെൻറ്റിനകത്ത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പോലെ ചെറുപ്പക്കാരുണ്ട്, വനിതകളുണ്ട്, മറ്റ് സാമൂഹിക വിഭാഗങ്ങൾക്ക് ആവശ്യത്തിനുള്ള പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ഉള്ള കുറച്ച് മന്ത്രിമാരേ ഉള്ളൂ. കൂടുതലും പുതിയ മന്ത്രിമാരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാബിനറ്റ് എങ്ങനെ പോകുന്നു എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം. കഠിനാധ്വാനം ആവശ്യമാണ്. പ്രത്യേകിച്ച് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, സംസ്ഥാനം നേരിടുന്ന മറ്റു വെല്ലുവിളികൾ, തൊഴിലില്ലായ്മയുടെ ആണെങ്കിലും വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതോടൊപ്പം ആരോഗ്യരംഗത്തുള്ള പ്രശ്നങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ളത് വെല്ലുവിളികൾ തന്നെയാണ്.
അതെങ്ങനെയാണ് ഇവർ ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത്? നമ്മൾ നേരത്തെ ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ആ ഭരണവിരുദ്ധ വികാരത്തിന് നിദാനമായ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഈ വരുന്ന 5 വർഷങ്ങളിൽ അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം, തൊഴിലില്ലായ്മ, അതോടൊപ്പം തന്നെ അഴിമതിരഹിതമായൊരു ഭരണം എങ്ങനെ കൊണ്ടുവരാം, എക്കോണമി എങ്ങനെ, സമ്പത്ത് അതെങ്ങനെ നന്നാക്കാം, അതാണ് ഇതിലേറ്റവും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മുഖ്യമന്ത്രി തന്നെ ധനവകുപ്പ് കൈവശം വച്ചിരിക്കുന്നത് നല്ലൊരു കാര്യമാണ്. കാരണം അതാത് താല്പര്യമുള്ള മേഖലയിലാണല്ലോ ഓരോരുത്തർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ പഴയ ഗവൺമെൻറ്റിൽ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് നന്നായിട്ട് ശോഭിച്ചത് സാമ്പത്തിക കാര്യങ്ങളിലാണ്. ഡോക്ടർ തോമസ് ഐസക്കുമായിട്ട് നേരത്തെയും പിന്നീട് മറ്റ് സാമ്പത്തിക നയങ്ങളെക്കുറിച്ചുമൊക്കെ അസംബ്ലിയിൽ വളരെ രൂക്ഷമായ ആക്രമണം അല്ലെങ്കിൽ പ്രസ്താവനകൾ നടത്തുകയും നയരൂപീകരണത്തിലുള്ള തെറ്റ് ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്ത സ്ഥിതിക്ക് പ്രതിപക്ഷ നേതാവ് ഇന്ന് മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെ പുതിയ നയപരിപാടികൾ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം കാത്തിരിക്കുകയാണ്. കേരളത്തിന് എക്കോണമി നമുക്കറിയാമല്ലോ എന്ത് അവസ്ഥയാണെന്നുള്ളത്. പ്രാഗൽഭ്യമുള്ള വകുപ്പുകൾ തന്നെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.